അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ഈ കൊല്ലത്തെ റമദാൻ അത് സ്വീകരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീക്ക് നൽകിയിരിക്കുകയാണ്. റമദാൻ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ 3 ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അവരെ ആര് സംരക്ഷിക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ആ 3 പേരെയും സ്വീകരിക്കുന്നു. 3 പേരിൽ 2 പേർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിക്കുന്നു, ഷഹീദാകുന്നു. 3-ാമത്തെ വ്യക്തി 1 കൊല്ലം കഴിഞ്ഞതിന് ശേഷം സാധാരണ മരണം വരിക്കുന്നു. അങ്ങനെ ഈ 3 പേരെയും മഹാനായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നുണ്ട്. ഈ 3 പേരിൽ സാധാരണ മരണം വരിച്ച വ്യക്തിയാണ് സ്വർഗത്തിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ അബൂ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലൊരു ചെറിയൊരു ഇഷ്കാലുണ്ടായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, ഷഹീദായവരെക്കാളും സാധാരണ മരണം വരിച്ച വ്യക്തിക്കാണ് സ്വർഗത്തിൽ വലിയ സ്ഥാനം. അതെന്താണ്? അതെന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു ചോദിച്ചു, ഷഹീദായ വ്യക്തികൾ അവർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് 1 കൊല്ലം കൂടെ ജീവിക്കാൻ അവസരം കിട്ടിയില്ലേ? കിട്ടി. അയാൾക്കൊരു റമദാൻ കൂടെ കിട്ടിയില്ലേ? കിട്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരിമാരെ, ഒരു റമദാന് കൊണ്ട് ഷഹീദിനേക്കാളും വലിയ സ്ഥാനത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. അപ്പം അത്രയും വലിയ സ്ഥാനം നേടിയെടുക്കാൻ, സ്വർഗത്തിൽ സ്ഥാനങ്ങൾ നേടിയെടുക്കാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ. ദുനിയാവിൽ കിട്ടുന്ന ഓരോ സെക്കൻഡും വിലമതിക്കാനാവാത്ത സമ്പത്താണ്. അതിലേറ്റവും പ്രധാനമാണ് ഈ റമദാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിനെക്കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞത്, ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ്. അനുഗ്രഹം വാരിക്കോരി റബ്ബ് കൊടുക്കുന്ന, അത് നമ്മൾ ഓരോരുത്തരും അന്വേഷിച്ച് അത് നേടിയെടുക്കേണ്ട സമയം. അതുകൊണ്ട് ഈ റമദാൻ നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഈ റമദാൻ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.